ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് പന്തളം NSS ബി.എഡ് കോളേജിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി അവിടെ കാണാം. ആദ്യമായി NSS ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജ്മോൾ ടീച്ചർ തിരക്കാണ് ടീച്ചറിലൂടെ എത്തിച്ചേർന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി എല്ലാത്തിനും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചറെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് മിനി ഫിലിം. ഒരു സാധാരണ കുടുംബിനെയാണ് തന്റെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ സ്വന്തമായി ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയും അതിൽ നിന്നും കിട്ടുന്ന പച്ചക്കറി കൊണ്ട് വിഭവസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കുകയും അത് തന്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള മിനീസ് ലൈഫ് സ്റ്റൈലിലൂടെ മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മിനി ഫാമിലി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെ മാമിനെ ഏറെ സപ്പോർട്ടീവായി നിൽക്കുന്ന മകൻ എഡൻ ഫിലിപ്പിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും അനധ്യാപകരെയും കൂട്ടുകാരെയും സീനിയേഴ്സിനെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സ്നേഹം നിറഞ്ഞ അധ്യാപകർ, ഇതിൻ്റെ സംഘാടകർ, കൂടാതെ നമ്മുടെ ഭാവിയിലെ ടീച്ചർമാരായി വളർന്നുകൊണ്ടിരിക്കുന്നതായ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ ദിവസം എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ച ഇന്ദു മാഡത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബി.എഡ് പഠിക്കുന്ന മക്കൾക്ക് എല്ലാം നല്ലതായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാ ഡേകളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു, ജൂൺ 5 ആഘോഷിക്കുന്നു, മദേഴ്സ് ഡേ, വനിതാ ദിനം, ഇങ്ങനെ വേണ്ട എല്ലാ ദിനങ്ങളും നമ്മൾ ആഘോഷിക്കുന്നു. ആ ദിവസം മാത്രം വലിയ ഒരു ആഘോഷമായിട്ടങ്ങ് നമ്മൾ കൊണ്ടാടും. പിന്നെ ആ ദിനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതേ ഇല്ല, പിന്നെ നമ്മളങ്ങ് മറക്കുകയാണ് ചെയ്യുന്നത്. സസ്യത്തെ നമ്മൾ ഇടുന്നതായ ഒരു വിത്തിനെ അല്ലെങ്കിൽ ഒരു തൈയിനെ നമ്മൾ കുഞ്ഞിനോട് വേണം ഉപമിക്കാൻ. അപ്പം നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മുടെ മാതാവിനോട് ഉപമിക്കുക. അതേപോലെ തന്നെ ഒരു വിത്തിനെ അല്ലെങ്കിൽ തൈയിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതേ രീതിയിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങളൊക്കെ പച്ചക്കറി തൈകളൊക്കെ നടാറുണ്ടോ? ആർക്കെങ്കിലും കൃഷിയോട് താല്പര്യമുണ്ടോ? എത്ര പേരുണ്ട് വീട്ടിൽ കൃഷിയുള്ളവർ? ഉണ്ട്. ഇത്രയും പേരെങ്കിലും ഉണ്ടല്ലോ. ബി.എഡിനും പഠിക്കുന്ന, ബി.എഡ് എം.എഡും ഉണ്ടോ അതിനകത്ത്? 2 പേരും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനും ഒക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും നിങ്ങൾ അതിനിടയ്ക്കൂടെ കുറച്ച് പേരെങ്കിലും കൃഷിയുടെ ലോകത്തിലേക്ക് വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഒരു വിത്തിട്ടാൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം കൊടുക്കും? കുഞ്ഞു പ്രായത്തിലെ ആകുമ്പോൾ എന്തെല്ലാം അവർക്ക് വേണം? സ്നേഹം വേണം, ലാളന വേണം, അവർക്ക് ആഹാരം വേണം, പാല് വേണം, പിന്നെ അവർക്ക് മരുന്ന് വേണം. അവരെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അവർ വളർന്നു വരികയുള്ളൂ, നമുക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരികയുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ഒന്നും കൊടുക്കാതെ, ആഹാരം കൊടുക്കാതെ, അവർക്ക് സമയത്തിന് വസ്ത്രം കൊടുക്കാതെ, അവരെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാതെ വളർത്തിയാൽ അവരെന്തായി തീരും? അവർ നല്ല മനസ്സിന് ഉടമകളൊന്നും ആവുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ നല്ല ഈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കണം, സമയത്ത് ആഹാരം കൊടുക്കണം. ഒരു മരം നട്ടു, ഞാൻ ജൂൺ 5 ഒരു മരം നട്ടു, ഇനി അതവിടെ നിന്നങ്ങ് വളർന്നോളും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ തന്നെയല്ല വളരുന്നത്. നമ്മളാലാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇപ്പം പ്രകൃതിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇപ്പം കാടുകളെയൊക്കെ ഇപ്പം നാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പുരോഗമനമൊക്കെ നല്ല കാര്യമാണ്. രാജ്യവും നാടും എല്ലാം വികസിക്കണം. എങ്കിലും നമ്മൾ കാടും ഒക്കെ വെട്ടി തെളിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന് അടുത്തതായിട്ട് നമ്മളൊരു മരങ്ങളൊക്കെ അവിടെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം ഈ വനങ്ങളും കാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓക്സിജനൊക്കെ കിട്ടുകയുള്ളൂ, അല്ലേ? ഇപ്പം ഓക്സിജൻ്റെ അളവൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം കൊറോണ സമയത്തൊക്കെ നമ്മൾ അതിൽ മനസ്സിലാക്കിയ നമുക്ക് ഇച്ചിരി ശുദ്ധവായു കിട്ടാൻ വേണ്ടി ജനങ്ങൾ എന്തുമാത്രം പ്രയാസപ്പെട്ടു എന്നുള്ളത്. അപ്പം നമ്മുടെ വീടിന് ചുറ്റുപാടും തന്നെ നമ്മളാലാവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം പറമ്പില്ല, സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് തന്നെ
ഇപ്പം ടെറസിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കൃഷികളൊക്കെ ചെയ്യാം. കുറേ പേര് പല വൃക്ഷങ്ങളൊക്കെ ടെറസിൽ നടുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും കൂടുതലും നമ്മൾ ചെയ്തില്ലേലും അത്യാവശ്യം വേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഊണ് മേശയിൽ നമുക്ക് കറികളുണ്ടാക്കാവുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ ഈ കോളേജിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷിയിടത്തിലൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടാൽ ഒരു 10 ഗ്രോ ബാഗ് ആകും മതി കേട്ടോ. 10 ഗ്രോ ബാഗിനകത്തോട്ട് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നട്ടാൽ അവരുടെ വളർച്ച നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും അത് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ വളർച്ച, അതിങ്ങനെ വളരുന്നതും അത് പടർന്ന് പന്തലിക്കുന്നതും പൂക്കളുണ്ടാകുന്നതും കായ്കളുണ്ടാകുന്നതും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതിൽ നിന്ന് ഒരു ഫലങ്ങളൊക്കെ വിളവെടുത്തിട്ട് നമുക്ക് അത് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, എന്ത് ടീച്ചർ പ്രത്യേകം അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ടീച്ചറെ ഈ വീഡിയോ കാണാൻ തുടങ്ങിയ കാലം മുതൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് പേരൻസൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ടീച്ചറിന് അതിലോട്ട് വന്നപ്പോഴും ഇങ്ങനെ കോളേജിലൊക്കെ വരുന്നുണ്ടെങ്കിലും കുറച്ച് സമയം അതിനകത്ത് കൃഷിയിലൊക്കെ ചിലവഴിക്കുന്നുണ്ട്. ടീച്ചർ ശരിക്കും അത് അനുഭവിച്ചറിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം എല്ലാവർക്കും ഇതിനകത്തോട്ട് വരാം കേട്ടോ. മക്കളുമാർക്കെല്ലാം ഇതിനകത്തോട്ട് വരാം. പിന്നെ നമ്മളൊരു വിത്തൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടതായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ ഇപ്പം ഇടയ്ക്കൊക്കെ അതിൻ്റെ വേരോട്ടം നടക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊരു ചെടി നട്ടിട്ട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞാലും നമ്മൾ അതിനെ നോക്കാതിരുന്നാൽ അവരവിടെ നിന്ന് എന്ത് ചെയ്യും? മുരടിച്ചു പോകും. അപ്പം മുരടിച്ചു പോകാതെ അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ പോയി ഒരു കൊച്ചു കുന്താലി വെച്ചിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ നല്ലതുപോലെ ഓടും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അപ്പോൾ താരതമ്യപ്പെടുത്തി വേണം നമ്മൾ പഠിക്കാനും ചെയ്യാനും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയാണെന്നുണ്ടെങ്കിലും നമ്മളെന്ത് വേണം? ഇടയ്ക്കൊക്കെ അവർക്ക് വേണ്ടതായ ലാളനകൾ കൊടുക്കണം, അവരെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗമനപരമായിട്ട് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് നമ്മുടെ സസ്യങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് ആവശ്യമായ മരുന്നുകളും വേണം. അവരെ കീടങ്ങൾ ആക്രമിക്കും, പുഴുക്കൾ ആക്രമിക്കും ഒക്കെ ചെയ്യും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നില്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ഒരു സസ്യത്തെ വളർത്തുമ്പോഴും അവർ ഇടയ്ക്കൊക്കെ നമ്മൾ പോയി ചെക്ക് ചെയ്യണം. അവരോട് വർത്തമാനം പറയണം, കുശലം പറയണം. നല്ല കാര്യം, അവരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ് കിട്ടുന്നത്. അപ്പം ചെടികളോട് വർത്തമാനം പറയാം. അവർ നമ്മുടെ സാമീപ്യം കാത്തു നിൽക്കുന്നത് പോലെയാണ് ചെടികൾ. അപ്പം എനിക്കെന്നുണ്ടെങ്കിൽ ഈ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ചെടിയുടെ അടുത്തോട്ട് ചെല്ലണം. എനിക്ക് ഭയങ്കര സന്തോഷം. എന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്താണ് എപ്പോഴും അവരെ അടുത്ത് പോയിട്ട് അവരെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അതുപോലെ വൈകുന്നേരത്തും എത്ര നേരം നമുക്ക് അവരെ അടുത്ത് പോകാമോ അവരെല്ലാം കൊച്ചുങ്ങൾ നമ്മളെ നോക്കി നിൽക്കുന്നത് പോലായിരിക്കും ഓരോ ചെടികളും നമ്മെ കാത്ത് നിൽക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്നതായ ഒരു സന്തോഷം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം എല്ലാവരും അല്പമൊക്കെ കൃഷിയിലോട്ട് വന്നാൽ ഇപ്പം നമ്മുടെ പല രോഗങ്ങളാണ്, ഇപ്പം എന്തെല്ലാം രോഗങ്ങളാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരെയാണെന്ന് തോന്നുന്നു കൂടുതൽ രോഗങ്ങൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ക്യാൻസർ. ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗി എന്ന രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ ഞാൻ കുറ്റം പറയുന്നതല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നതായ പച്ചക്കറികളൊക്കെ എന്താണ്, ഈ കറിവേപ്പില പോലും കീടനാശിനികളൊക്കെ തളിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഒരു പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്കറിയാം, അത് നമ്മൾ എത്ര നമ്മൾ വളർത്തിയാലും അതിനകത്ത് കുരുടിപ്പും മുരടിപ്പും ഒക്കെ ഉണ്ടാവും, പൂക്കൾ കൊഴിഞ്ഞു. അപ്പോൾ അവർ വിത്ത് മുതൽ വിളവ് വരെ അതിനകത്ത് കീടനാശിനികൾ തളിച്ചിട്ടാണ് നമ്മുടെ അടുത്തോട്ട് ഈ ഓരോന്നും നട്ടുപിടിപ്പിച്ച് കായ്കളാക്കി കടകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മളത് കഴുകിയിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മുറ്റത്തെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചുകൂടാം? അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങൾക്ക് കുറച്ച് ശമനം കിട്ടും, നമുക്ക് ക്ഷമ കിട്ടും, സന്തോഷം കിട്ടും, മാനസിക ഉല്ലാസം കിട്ടും. അപ്പം ഇതൊക്കെ നമുക്ക് കൃഷിയിലൂടെ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ, നല്ലൊരു സംരംഭം തന്നെയാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു വീട്ടമ്മയായിട്ട് അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിയേണ്ടി വരുമായിരുന്നു. അപ്പം ഇത് കൃഷിയൊക്കെ കാണിച്ചു. കൃഷി ഞാനങ്ങ് ഒരുപാട് ചെയ്യുന്നു എന്നല്ല എൻ്റെ അർത്ഥം, ഒരു 4 5 ഒക്കെ ഞാൻ ചെയ്യുകയുള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് കൃഷിയുടെ ലോകത്തേക്ക് വരണം, കുറച്ച് പേരെങ്കിലും കൃഷിയൊക്കെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു എനിക്ക്. എന്തായാലും ഈ
ചാനൽ അതിനൊരു കാരണമായി. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എബിൻ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ. എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്നത് എൻ്റെ കുടുംബമായിരുന്നു. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാണ് ഞങ്ങൾ കൃഷിയിലോട്ട് വരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ ദൈവത്തിൻ്റെ കൃപ, അതാണ് ഒന്നാമതായിട്ട് പറയേണ്ടത്. ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ചാനൽ നല്ല രീതിയിൽ പോയി. അങ്ങനെ കുറേ പേര് കൃഷിയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഒരു 7,80,88,000 ആൾക്കാരെ കൃഷിയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പം പണ്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആവണമെന്നുള്ളത്. പക്ഷേ എങ്കിൽ എനിക്കൊരു നഴ്സറി ടീച്ചർ ആകാനേ സാധിച്ചുള്ളൂ. പക്ഷേ എൻ്റെ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ദൈവം മനസ്സിൽ കണ്ടിരുന്നു. പക്ഷേ കൃഷിയിലൂടെ എനിക്ക് കുറേ പേരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ഞാനിങ്ങനെ എൻ്റെ മോളുടെ അടുത്ത് പറയുമായിരുന്നു, മോളെ ഇങ്ങനെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഇനി അടുത്ത തലമുറയ്ക്ക് ഒന്നും കൃഷിയെക്കുറിച്ച് അറിയത്തില്ല. ഇനി അവരെല്ലാം ഇങ്ങനെ വിഷങ്ങൾ കഴിച്ച് പെട്ടെന്ന് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ 45-50 വയസ്സായപ്പോഴത്തേ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇപ്പം ഇനി അടുത്ത തലമുറ എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് ഇനി 30 വയസ്സാകുമ്പോഴത്തേക്ക് അവരൊക്കെ ഇങ്ങനെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ അത് ഒരു ഭയങ്കര കഥയാണ്. നിങ്ങളൊക്കെ അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ യൂട്യൂബ് തുടങ്ങിയ കഥയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയതും. ആദ്യം പാചകമായിരുന്നു തുടങ്ങിയത്. പാചകം ചെയ്തപ്പോഴും ഞാൻ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മയുടെ കൃഷിയും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷിയും കാണിച്ചു. അപ്പം പിന്നെ അന്നേരം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, മെനിച്ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഈ കൃഷിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് കറികൾ ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുക, അത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അത് വീട്ടിൽ ഡിസ്കസ് ചെയ്ത് അങ്ങനെ കറികൾ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിപ്പോയിട്ട് പച്ചക്കറികൾ എടുത്തുകൊണ്ട് വന്ന് വിളവെടുത്തിട്ട് കറികൾ ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ കാണിച്ചപ്പോൾ അത് നല്ല റീച്ചിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കാണിച്ചപ്പോൾ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വരികയും അവർ നല്ല നല്ല കമൻറ്റുകൾ ഇടുകയും അവർക്കതൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ കൃഷിയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഭിമാനം പുളകിതയാവുകയും ഞാൻ ചെയ്യുകയാണ് ഈ സമയത്ത്. പിന്നെ പ്രകൃതിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പ്രകൃതി നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ മലിനമാക്കാതെ ഇരിക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കത്തിക്കുന്നു അല്ലേ, എല്ലാവരും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കത്തിച്ച് നമ്മുടെ പ്രകൃതിയൊക്കെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കരിയിലയാണെങ്കിൽ പോലും കത്തിക്കരുതെന്നാണ് പറയുന്നത്. അത് മണ്ണിന് വളമായിട്ട് മാറണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കുകളൊന്നും കത്തിക്കാതെ ഇരിക്കുക, അന്തരീക്ഷത്തെ മലിനപ്പെടുത്താതെ, അന്തരീക്ഷത്തിന് നമ്മളാൽ അന്തരീക്ഷത്തെ ദ്രോഹിക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ ഇപ്പം മഴയൊക്കെ ഉള്ള സമയം, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ള സമയമാണ്. എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങൾ വലിയവരും എല്ലാം പ്രായമായവരൊക്കെ ഉണ്ട്. അതുപോലെ ഈ മഴയത്ത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നതായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിരട്ട, കുപ്പിയുടെ അടപ്പ്, കുപ്പി ഇങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മറിച്ച് കളയണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും പഠിത്തം എന്ന് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വീക്ഷിക്കണം. നമ്മളിങ്ങനെ നടക്കുമ്പോഴും നമ്മുടെ ചുറ്റിനും കണ്ണുണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമുക്ക് ഒരു കണ്ണ് വേണം ചുറ്റിനും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളൊരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു പ്രായം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയൊക്കെ നല്ല കൃഷി ചെയ്യുമായിരുന്നു. അപ്പച്ചൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. എങ്കിലും അപ്പച്ചനാവുന്ന ജോലികളൊക്കെ രാവിലെ ചെയ്യും, വൈകുന്നേരവും ചെയ്യും, എന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ഞങ്ങളും 6 മക്കളാണെന്നുണ്ടെങ്കിലും 6 മക്കളും ഈ കൃഷി എല്ലാം ഞങ്ങൾ കണ്ടും കേട്ടോ വളരുന്നത്. എല്ലാം ഉണ്ടായിരുന്നു. കപ്പ, പയർ, എല്ലാ ധാന്യവർഗ്ഗങ്ങൾ, നെല്ല് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് കരവിത്തൊക്കെ ഇടുമായിരുന്നു. അതെല്ലാം കണ്ട് കേട്ടാണ് വളരുന്നത്. അപ്പോൾ അത് എനിക്കാണെങ്കിൽ അതങ്ങ് രക്തത്തിൽ അലിഞ്ഞു പോയ ഒരു സംഭവം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണം. കുഞ്ഞു പ്രായം മുതലേ ഞാനിത് എല്ലാ പച്ചക്കറികളും നടുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വെളിയിലൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ എയർഫോഴ്സിൽ ലൈഫായിരുന്നു നമ്മുടേത്. അപ്പോൾ 22 വർഷക്കാലം ഞാൻ അച്ഛനോടൊപ്പം അവിടെ തന്നെയായിരുന്നു. പിന്നെ അവർ ഒറ്റയ്ക്കായി. പിന്നെ ഞങ്ങൾ നാട്ടിൽ അമ്മച്ചി തന്നെയുള്ളതായിട്ട് നാട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ പോലും, ക്വാർട്ടേഴ്സിലാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് സ്ഥലം കണ്ടാൽ ഞാൻ അവിടെയും എന്തെങ്കിലുമൊക്കെ നടുമായിരുന്നു. പിന്നെ 2015 നാട്ടിൽ വന്നത്. അപ്പോൾ അമ്മച്ചി പ്രായമൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ വന്നു. 2015 അമ്മച്ചി ആരോഗ്യ സംബന്ധമായിട്ട് കിടപ്പിലായി. പിന്നെ 2018 നവംബറിലാണ് അമ്മച്ചി മരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പം കൃഷിയൊക്കെ അന്നേരം നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരമാണ് എബിൻ പറയുന്നത് നമുക്കൊരു ചാനൽ ഒരു കരിമീനിലാണ് തുടക്കം. കരിമീൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തുടക്കം കേട്ടിട്ടുണ്ടോ? അറിയാമോ?
അന്നേരം എബിൻ പറഞ്ഞു മമ്മി നമുക്കിത് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് പറഞ്ഞു. അപ്പോഴേ അതെന്തോ വീഡിയോ ഒന്നും എനിക്കറിയത്തില്ല. സംഭവം ആദ്യമൊക്കെ അല്ലേ, ഒരു 5-6 വർഷത്തിന് മുമ്പ് നമുക്കൊന്നും യൂട്യൂബിനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ കരിമീൻ വറുത്ത് കൊണ്ടുവന്നു. അതെൻ്റെ ഇൻട്രോ ഒക്കെ പറയണം, പേരും നാളുമൊക്കെ പറഞ്ഞെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും എബിൻ കുറേ വട്ടം പറഞ്ഞു തന്നല്ലേ, കുറേ സിനിമയ്ക്ക് ഓരോ ടേക്ക് എടുക്കുന്ന മാതിരി കുറേ പ്രാവശ്യം പറഞ്ഞു തന്നു. അവസാനം അങ്ങ് ഒത്തു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് കണ്ടപ്പോഴും പപ്പ പറഞ്ഞു, പപ്പയ്ക്ക് എന്താണ് മുഖമൊക്കെ വല്ലാതെ വരാൻ തുടങ്ങി, നിന്നെ ആരെങ്കിലുമൊക്കെ കളിയാക്കും എന്നുള്ളൊരു രീതി. അതുകൊണ്ട് വേണ്ട. അങ്ങനെ ആ കരിമീൻ വറുത്തത് പിടിച്ചുകൊണ്ട് ഞാനൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നിന്നു എന്നുള്ളതാണ്. ആ കരിമീൻ എന്നെ സങ്കടം വന്നു, അയ്യോ ഇനി ഈ കരിമീൻ എപ്പോഴാണ് ഇവർ കഴിക്കുന്നതെന്നുള്ളത്. എന്തായാലും അവസാനം ഇൻട്രോയും ഔട്ട്രോയും ഒക്കെ എടുത്തു. അതൊരു വീഡിയോ ആയിട്ട് എബിൻ പബ്ലിഷ് ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. എനിക്കതിപ്പോൾ കാണുമ്പം നിങ്ങളതൊന്ന് നോക്കിയാൽ മതി, എനിക്ക് ചിരി വരും, ഞാൻ തന്നെയാണോ പറയുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ആണത്. കരിമീൻ ഫ്രൈയിലാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ മോൾക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു, മമ്മി ആരെങ്കിലുമൊക്കെ കളിയാക്കും, മമ്മി ഇത് വേണം. പക്ഷേങ്കിൽ എനിക്ക് ഒരു ശക്തിയും ബലമൊക്കെ അന്നേരം എങ്ങനെയോ അങ്ങ് കിട്ടി. എന്തായാലും ഏറ്റെടുത്ത ജോലി തുടർന്നുകൊണ്ടേയിരുന്നു, നിർത്തിയില്ല. ഇപ്പം നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമല്ല. സിൻസിയറായിട്ട് നമ്മൾ ചെയ്യണം, എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതിനായിട്ട് അല്ല 1-2 വീഡിയോ എടുത്തിട്ട് നമ്മളങ്ങ് നിർത്താം. എൻ്റെ ഒരു മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നു, ഇത് 1-2 മമ്മി വീഡിയോ എടുക്കാം എന്നും ഈ വീഡിയോ ഇടുന്നത് എന്നും വീഡിയോ എടുക്കാൻ എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ ഓരോ ദിവസവും വേണ്ടുന്ന ആലോചന ദൈവം തരും, എന്തെങ്കിലും എൻ്റെ മുന്നിൽ അങ്ങനെ കാണിച്ചു തരും. ഒന്നീ കൃഷി അല്ലെങ്കിൽ പാചകം എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അന്ന് മുതലിപ്പോൾ 5 വർഷം കഴിഞ്ഞു. നവംബർ ആകുമ്പോൾ 6ാം വർഷത്തിലോട്ട് കയറുകയാണ്. ഇത്രയും നാളും ഓരോ വീഡിയോയും എടുക്കാനുള്ളതായ ഓരോ സംഭവങ്ങളും എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളും ഇതേപോലെ ഭാവിയിലെ ടീച്ചർമാരാണ്, നിങ്ങൾക്ക് ഓരോ ഉദ്ദേശമുണ്ട്, നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? നല്ല തലമുറകളെ നിങ്ങൾ വാർത്തെടുക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. നിങ്ങളൊരു നല്ല അധ്യാപകരായിട്ട് പേരെടുക്കണം, ബെസ്റ്റ് അധ്യാപകർ എന്നുള്ളത് കേട്ടോ. നല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നിങ്ങൾ പ്രകാശമുള്ളവരായിരിക്കണം. അതേപോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളും നല്ല പ്രകാശമുള്ളവരായിട്ട് സമൂഹത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറണം. എന്നെ ഇന്ന ടീച്ചറാണ് പഠിപ്പിച്ചതെന്ന് അവരുടെ ജീവിതകാലം മൊത്തവും പറയാനായിട്ട് ഇടയാവണം. അതേപോലെ നല്ല ടീച്ചർമാരായിട്ട്, നല്ല പ്രകാശമുള്ള ടീച്ചറായിട്ട് അതിനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. എന്തായാലും ഫലം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് എമ്മഡ് വരെ ഇപ്പം എനിക്ക് കോളേജിൽ പഠിപ്പിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതിന് പ്രവർത്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ കോളേജിലൊക്കെ പോയി പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ടെസ്റ്റുകളൊക്കെ എഴുതണം, ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കണം, എങ്കിൽ മാത്രമേ നല്ല ഉന്നതിയിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുക, കൃഷിയുടെ ലോകത്തിലേക്ക് വരിക. ഇനി വരും തലമുറയിൽ നമുക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ടെങ്കിലേ മതിയാവും. ഇപ്പം പ്രകൃതിക്ഷോഭങ്ങളും സുനാമികളും ഒക്കെ വരുമ്പോഴും നമുക്ക് എപ്പോഴും കടയിലോട്ട് പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിളവെടുത്ത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം എന്ത് ക്ഷോഭങ്ങൾ വന്നാലും ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അതെല്ലാവരും ഒന്ന് മുൻകൈ എടുത്താലും നമുക്ക് അതേപോലെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിങ്ങനെ നിന്ന് സംസാരിച്ച ശീലമില്ല. നിങ്ങൾ ഒരാളായിട്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. ഞാനിപ്പോൾ പറയുന്ന അവിടെ വരെ കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? തുടങ്ങാം. ഇവിടെ വരുന്നതിന് മുമ്പേ നിങ്ങൾ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ്, ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര പേർക്ക് എന്നെ മമ്മി അറിയായിരുന്നു? 2 പേര്. താങ്ക് യു. ഇനി പോകുന്നതിന് മുന്നേ ഞാൻ അഷ്വർ ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം. ഓക്കെ. സോ എത്ര പേര് ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട്? വെരി ഗുഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യമാണ്. ഒരു അരിയെങ്കിലും ഒരു കുരുവെങ്കിലും നട്ടവർ എത്ര പേരുണ്ട് ഇവിടെ? ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു 5 വർഷം മുന്നേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൈയ്യട്ടിയിരുന്നേനെ. എനിക്ക് കൃഷിയിൽ സത്യം പറഞ്ഞാൽ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ
മമ്മി ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. ഒന്ന് നടുന്നു, അതിന്ന് വിളവെടുക്കുന്നു, അതേ സാധനങ്ങൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് തരുന്നു. ആ ഫുഡിന്റെ ടേസ്റ്റും ഞങ്ങൾ കൊച്ചിയിൽ ഇരുന്ന് ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഇതിലോട്ട് ഞങ്ങൾ കയറി വരുന്നത്. പതിയെ പതിയെ മമ്മിയെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, നേച്ചർ അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷിയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇൻ കേസ് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് പോയാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, കുറേ ഇൻവെൻഷൻസ് നേച്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയാം ആർക്കും. എയറോപ്ലെയിൻ, പക്ഷികളിൽ നിന്ന്. ഡക്കിന്റെ കാല് പോലല്ലേ സ്വിമ്മിങ് സൂട്ട്സ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ നേച്ചറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ട കുറേ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, അല്ലേ? നമ്മളെ ചുറ്റിനും എപ്പോഴും ഉള്ള സാധനങ്ങൾക്ക് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. എന്നും കിട്ടുന്നതല്ലേ, എപ്പോഴും ഉള്ളതല്ലേ. അതൊന്ന് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. പക്ഷെ ജെന്യൂൻലി നമ്മളിപ്പോൾ ഒരു സാധനത്തിലോട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേച്ചറിനെ ആസ് എ റെഫറൻസ് പിടിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് സ്മൂത്ത്ലി പോകും. ഇതിപ്പോൾ ആ ഡക്കിൻ്റെ പോലത്തെ കാലം ഉണ്ടാക്കിയോണ്ടാണ് സ്വിം ചെയ്യാൻ ഇത്ര എളുപ്പം, അല്ലേ? അല്ലാതെ നമ്മളിട്ട് കാലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ നീന്തും. പക്ഷേ ആ സ്യൂട്ട് ഉള്ളപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് നീന്താൻ പറ്റും. ഇനി ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, 5 things that I learned from nature building my companies. ഞാൻ 3 ബിസിനസ് നടത്തുന്നുണ്ട്. ഒന്ന്, ഞാൻ ഒരു ഫിലിം മേക്കിംഗ് ട്രെയിനറാണ്, പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വൈബ് എനിക്ക് മനസ്സിലാവും, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ട്. ഇങ്ങനെ മുന്നിൽ നിന്ന് പറയാനും കൊച്ചുങ്ങൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ താഴാതെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കണം, ഈ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അതുപോലെ തന്നെ ഞാനൊരു ഫിലിം മേക്കറാണ്. ഞങ്ങൾ പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട്, മൂവീസ്, മ്യൂസിക് വീഡിയോസ്, ആഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മിനീസ് ലൈഫ് സ്റ്റൈൽ. മമ്മി ഒരു ബ്രാൻഡാണ്. ഇവിടെ നിൽക്കുമ്പോൾ മമ്മി സാധാരണ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു ഒരു 5 വർഷം മുന്നേ. പക്ഷേ ഇപ്പോൾ മമ്മിയെ തന്നെ ബ്രാൻഡ് ചെയ്ത് നിങ്ങൾക്കെല്ലാം കൃഷിയോട് താല്പര്യപ്പെടുത്തി. ആ കൃഷിയിൽ നിന്ന് ഞങ്ങൾ ഒരു പുതിയ വേർട്ടിക്കലാക്കി. എല്ലാവർക്കും സീഡ് വേണമല്ലോ, കൃഷി ചെയ്യണമെങ്കിൽ സീഡ് വേണം. നല്ല സീഡ് എവിടെ നിന്ന് കിട്ടും അതറിയത്തില്ല. അത് നമ്മൾ പോയി, മിക്കവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, എവിടെന്നെങ്കിലും പോയി കുറച്ച് സീഡ് വാങ്ങിക്കും, അത് നട്ടൗട്ട് കിളിക്കത്തില്ല. ആ കൂടെ ഭയങ്കര ആത്മവിശ്വാസം വെച്ചിട്ടായിരിക്കും നമ്മൾ പോയി ഒരു സീഡ് വാങ്ങിച്ചിട്ട് വന്ന് നടന്ന്, അത് കിളിച്ചില്ലെങ്കിൽ അപ്പം നമ്മുടെ സംഭവം തീർന്നു. ഞാൻ നട്ടാ ഒന്നും കിളിക്കൂല, അല്ലേ? പക്ഷേ ആ ആത്മവിശ്വാസം കളയാതിരിക്കാൻ ഞങ്ങൾ ഒരു വെബ്സൈറ്റ് തുടങ്ങി, minisLifestyle.com. സെയിം സംഭവം, നല്ല വിത്തുകൾ നോക്കി കുറേ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറേ പേര് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ല കാര്യമായിരിക്കും. ഞങ്ങൾ എന്തോ ചെയ്തു, ഗ്രൗണ്ടിൽ നോക്കി കുറച്ച് നല്ല ഫാമേഴ്സിനെ കണ്ടുപിടിച്ച് അവർ കൃഷി ചെയ്യുന്ന സാധനത്തിൽ നിന്ന് നല്ല വിത്തുകൾ തപ്പി ഞങ്ങൾ ഓൺലൈനായിട്ട് അത് സെയിൽ ചെയ്ത് തുടങ്ങി. കുറേ ആൾക്കാർക്ക് ഹെൽപ്പായി. മെയിൻലി നമുക്ക് വരുന്ന കമൻസ്, ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു സീഡ് വാങ്ങിച്ച് ഞങ്ങൾ നട്ടപ്പോൾ അത് കിളിച്ചു, അതിൽ നിന്നൊരു സന്തോഷം കിട്ടി, ഇപ്പം ഞങ്ങൾ കുറേ നട്ടു തുടങ്ങി. അപ്പം ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി, ഞങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാവുന്നു എന്നുള്ളത്. ഗോട്ട് ഇറ്റ്? ഇതുവരെ ക്ലിയർ ആണ്? അപ്പോൾ നെക്സ്റ്റ്, ഫസ്റ്റ് തിങ് ഞാൻ നേച്ചറിൽ നിന്ന് പഠിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി. ഇവിടെ എത്ര പേര് വരയ്ക്കും? എന്താ കൈ പൊക്ക ഒരു വിഷമം? അല്ലെ, ഡാൻസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇനി നിങ്ങളിൽ കുറെ പേർക്ക് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത എത്ര പേരുണ്ട്? എനിക്ക് ഒരു കഴിവുമില്ല എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? ഇതിലെങ്കിലും കൈ പൊക്കണം. ഇതല്ലാതെ ഒരു നാലാമത്തെ എന്തോ ഓപ്ഷൻ, എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട് പക്ഷെ മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്, അങ്ങനെ തോന്നുന്ന എത്ര പേരുണ്ട്? ജെന്യൂൻലി പൊക്കിക്കോ. നിങ്ങൾ ഒരാൾ പൊക്കിയാൽ ബാക്കി എല്ലാവരും പൊക്കിക്കോളും, അല്ലേ? എന്തൊക്കെയോ ഉണ്ട്, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. നമ്മളൊരു സീഡ് നടുമ്പോൾ, നമ്മളൊരു സീഡ് നട്ടു, ആ സീഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഗ്രോ ആവത്തില്ല. നമുക്കെല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. കുഞ്ഞുനാൾ നമ്മൾ നല്ല ഡ്രോയിങ് വരയ്ക്കുമായിരുന്നു, അല്ലേ? ചെറിയ രീതിയിലൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ പാരൻസ് ഒക്കെ നല്ല എൻകറേജ് ചെയ്യുന്നുണ്ട്, കളിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ വളർന്നപ്പോഴത്തേക്ക് ചുമ്മാ ഡാൻസും കളിച്ച് നടക്കുക, അല്ലെങ്കിൽ വെറുതെ വരച്ചിട്ട് എന്തോ കിട്ടാനാ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആർട്ട് ഫോം, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായി ഇൻബോൺ ആയിട്ട് കിട്ടിയ ക്രിയേറ്റിവിറ്റി, ഇത് നമ്മളങ്ങ് മറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വിത്ത് അവിടെ ഇരുന്ന് അഴുകും. അങ്ങനെയാണ് കുറേ പേര് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് അഴുകി ജീവിക്കുന്നത്.
തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചില ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ വന്ന് അവരിയ്ക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് തോന്നും, ഓഹ് പോയി, ഇന്നത്തെ ദിവസം നമ്മുടെയും പോയി, അവരുടെയും എന്തായാലും പോക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ലൈഫിൽ കുറേ അങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റും. ഇഷ്ടമില്ലാത്ത ജോലി എന്തോ കാരണം കൊണ്ട് കിട്ടി, ചെയ്ത് തീർത്ത് പോന്നു. പക്ഷെ സെയിം സാധനം ഒരു ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെ ആയിക്കോട്ടെ. എന്നെ 1ാം ക്ലാസ്സിൽ പഠിച്ച രാജേശ്വരി മാഡം, പുള്ളിക്കാരിയെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. ഞാൻ പണ്ടൊരു ഡ്രോയിങ് വരച്ചപ്പോൾ പുള്ളിക്കാരി നേരെ എടുത്തോണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ABCD എല്ലാ സെക്ഷനിലും കൊണ്ട് കാണിക്കുക, ഇതാ എബിൻ വരച്ച ഡ്രോയിങ്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആയി. 1st തൊട്ട് 5th വരെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു എല്ലാവരും, അല്ലേ? അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി റൂട്ട്സ് പോയേക്കുന്നുണ്ടോ? ആ റൂട്ട്സ് ചിലപ്പോൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ആൾക്കാർ വെള്ളം ഒഴിച്ച് തരും സൈഡിൽ കൂടെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കഴിവ് കണ്ടുപിടിക്കണം. കഴിവ് കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ അതുപോലെ ഇരുന്ന് അഴുകാം. ഏതാ താല്പര്യം? നെക്സ്റ്റ്, കൺസിസ്റ്റൻസി. എന്ത് കാര്യം ചെയ്താലും കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സാണ്, നിങ്ങളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണമെന്നൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. നിങ്ങൾ പഠിപ്പിക്കുന്ന സാധനം തന്നെ ആയിരിക്കും പിന്നെയും പിന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി തീരും. പിന്നെ പഠിപ്പിക്കാനല്ലേ വന്ന് അത് തന്നെ പഠിപ്പിച്ച് പോവുക. പക്ഷേ അവിടെ നിങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടാക്കി കൊച്ചുങ്ങളൊരു ആ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളും ആ സംഭവം എൻജോയ് ചെയ്യും ലൈഫിൽ. ഇന്ന് പിള്ളേരെ കാണാം, കുറച്ച് സംസാരിക്കാം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നുള്ള സാധനം വരുമ്പോൾ നിങ്ങൾ ഈ പണി അല്ല, ഇത് എൻ്റെ പാഷനാണ് എന്ന് ഒരു സാധനം വരും. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ടീച്ചേഴ്സാണ്. നെക്സ്റ്റ് തലമുറ വരുന്നവരെ എൻകറേജ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുവാണ് നിങ്ങൾ. വലിയൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അല്ല നിങ്ങളൊരു ജോലിയല്ല ചെയ്യുന്നത്, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ സ്റ്റുഡൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ തോന്നുക? വിഷമം തോന്നുമല്ലേ? ഓക്കെ, കൺസിസ്റ്റൻസി. ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഗ്രോ ചെയ്യാനാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു കാര്യം നമ്മൾ ചെയ്തൊരു ഗോൾ സെറ്റ് ചെയ്തു, ഇവിടുന്ന് അടുത്ത ഗോൾ സെറ്റായി കഴിഞ്ഞാൽ ആ സെറ്റായി, എനിക്കെല്ലാം കിട്ടി, എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കാതെ അടുത്ത എന്താണ് ഇതിന് മേളിലോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക, ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്ക് വേണം. എത്ര പേര് റീൽസ് കാണുന്നവരുണ്ട്? റീൽസ് കാണാത്തവരാരാ ഇവിടെ? കാണുന്നവരുണ്ടല്ലോ. എത്ര സമയം നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നൊന്ന് അനലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അൺലിമിറ്റഡ് ആണ്. ഡെയിലി ഒരു 5 മണിക്കൂർ മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? 5 മണിക്കൂർ ഇല്ല, ആ ടൈമർ എടുത്ത് നോക്കിയാൽ മതി. എന്തുകൊണ്ടാ? നിങ്ങളെ എത്രമാത്രം എൻഗേജ് ചെയ്ത് നിർത്താം എന്നുള്ള ഭയങ്കര സ്റ്റഡി നടക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ. അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും എൻഗേജ് ആയിട്ട് ഓരോ കണ്ടന്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത്, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മാങ്ങയുടെ കുരു കൊണ്ട് നട്ടു, ഓക്കെ, അടുത്ത ദിവസം നമ്മൾ മാങ്ങ പിച്ചാൻ നിൽക്കുമോ അവിടെ? ഇല്ലല്ലോ. നമുക്കറിയാം അത് ആയി വരാൻ സമയം എടുക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കും, പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലെങ്കിൽ ഒരു സങ്കടമാണല്ലോ. തോന്നിയിട്ടുണ്ടോ? നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം. അയ്യോ, ഞാൻ ഈ സാധനം ചെയ്തു, ആരും എന്നെ അക്നോളേജ് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ പഠിക്കാൻ പോയി, ഞാൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ക്ലാസ് എടുത്തു. നിങ്ങൾ ടെസ്റ്റ് ക്ലാസ് എന്തോ നിങ്ങൾ ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്തു, പിള്ളേർക്കൊന്നും ഒരു അനക്കമില്ല. ഇവരെന്താ ഇങ്ങനെ ചത്തോലെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ലേ? അപ്പൊ തന്നെ നിങ്ങളങ്ങ് ഡൗൺ ആവത്തില്ലേ? എന്നെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല ടീച്ചിങ്. തോന്നിയിട്ടുണ്ടോ? അതെന്താ അപ്പൊ എന്താ നമുക്ക് അത്ര വിഷമം തോന്നുന്നത്? പേഷ്യൻസ് ഇല്ല. പേഷ്യൻസ് ആണ് ഏറ്റവും മസ്റ്റ്. നിങ്ങൾ ആദ്യത്തോടെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ സ്റ്റുഡൻസിന് വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് അറിയാം പുതിയ ടീച്ചറാണ്, അവരെ ഒന്ന് കളിയാക്കി അവരങ്ങ് ഡൗൺ ആയിക്കോളും. അവിടെ കളിയാക്കുന്നവനെ കറക്റ്റായിട്ട് നിർത്തി ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരിക്കും, പിന്നെ അവൻ മിണ്ടത്തില്ല. സീരിയസ്ലി, ഞാൻ എപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും എൻ്റെ ഏറ്റവും ടാർഗറ്റ് ആ ലാസ്റ്റ് ഇരിക്കുന്ന 2 ചേച്ചിമാരില്ലേ, അവരെ പോലെ ആയിരിക്കും. അവരെ എപ്പോഴും ഞാൻ ടാർഗറ്റഡ് ആയിരിക്കും. അവരെപ്പോഴും എൻ്റെ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിരിക്കും. ഞാൻ എന്തോ ഇപ്പോൾ പറഞ്ഞേ? ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കണം, അല്ലേ? അത് തന്നെയാണോ ഞാൻ പറഞ്ഞേ? എന്തോ ഞാൻ പറഞ്ഞേ? പേഷ്യൻസ്. പേഷ്യൻസ് കേട്ടായിരുന്നോ? അങ്ങനെ ഒരു വാക്കേ ഞാൻ കേട്ടിട്ടില്ല, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 വർഷം എടുത്തേക്കാം, ചിലപ്പോൾ 1 മാസം എടുത്തേക്കാം. അത് ഓരോരുത്തരിലും ഡിപ്പെൻഡൻ്റാണ്. പക്ഷേ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, എനിക്ക് ടീച്ചർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സാധനം ചെയ്യണം. പേഷ്യൻസ് വെച്ചിട്ട് വർക്ക് ചെയ്യുക.
മമ്മി ഇവിടെ ഇരിക്കുന്ന ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, മമ്മിക്ക് ഒരു സാധനം അറിയത്തില്ലായിരുന്നു ഇതിനെപ്പറ്റി. ക്യാമറ കൊണ്ടുവച്ച എന്താ മോനെ പറയണ്ടേന്ന് മാത്രം. പക്ഷെ ആൾക്കൊരു മറ്റേ ടീച്ചർ ആയതുകൊണ്ട് മമ്മി ഈ മീൻകറി എങ്ങനെ വെക്കണ്ടേ എന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ക്യാമറയോട് നോക്കരുത്, പുള്ളിക്കാരി അങ്ങ് തുടങ്ങി. ക്യാമറ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് അന്നില്ല. എന്താന്ന് വെച്ചാൽ ആൾക്കറിഞ്ഞൂടെ എന്താ യൂട്യൂബ് എന്തായതെന്ന്. ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തു. പിന്നെ ക്യാമറ എന്താണ്, ഇനി ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും, ഒരു സാധനം കയറുമല്ലോ. അപ്പോഴാണ് കോൺഷ്യസ് ആയത്. ആ കോൺഷ്യസ്നെസ് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ആൾക്കാർ എന്ത് ചിന്തിച്ചോട്ടെ, ഐ ഹാവ് ടു സക്സീഡ്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഇയാൾ എന്നെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ വിൽ ദാറ്റ് എഫക്ട് മീ? നോ. പക്ഷെ അത് എഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം സക്സസ്ഫുൾ ആയോ? അവരുടെ ടാർഗറ്റ് സക്സസ് ആയി, നമ്മൾ ഡൗൺ ആണോ അല്ലയോ? അപ്പോൾ എപ്പോഴും ആൾക്കാർ എന്ത് ചിന്തിക്കുന്നോ അതവിടെ വിട്ടേക്കുക. ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ്. ആൾക്കാർ എന്തും ചിന്തിച്ചുകൊണ്ടിരിക്കും, അവരെ പറ്റി പോലും ചിന്തിക്കാറില്ല അല്ലേ? നമ്മൾ നാട്ടുകാരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഓ ഇവനങ്ങ് കുറെ ചെയ്യുക, ഇവൻ നന്നാവും തോന്നുന്നില്ല, ഇവനങ്ങ് ഒത്തിരി നന്നായി പോയല്ലോ അല്ലേ? അതിന് വരെ ഒരു 10 മിനിറ്റ് രാവിലെ എനിക്ക് ഓ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ഗോൾ ഇതാണ്, അപ്പോൾ ഇതിന് പുറകിൽ ഞാൻ ഇന്ന സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നന്നാവാൻ പറ്റും. ഒരു സാധനം ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ അതിലോട്ട് വർക്ക് ചെയ്ത് ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു ഇതും ഇല്ല, ഞാൻ ചെയ്തെടുക്കും എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഗെറ്റിംഗ് ഇറ്റ്? പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം സംഭവം. നമ്മളിപ്പോൾ ഒരു മാങ്ങയുടെ അരി കൊണ്ടുപോയി നടുന്നു. നമ്മൾ അടുത്ത ദിവസം വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന് വെള്ളം ഒഴിക്കുമ്പോൾ നാളെ ഇതിൽ മാങ്ങ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ? ആണോ അല്ലയോ? ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് കരിഞ്ഞു പോകും, വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നടുവോ? നമ്മൾ നടുവോ ഇല്ലയോ? അപ്പൊ പിന്നെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഞാൻ ഈ പഠിപ്പിച്ചിട്ട് ഞാൻ നന്നാവുമോ, എനിക്കിത് പറ്റുമോ? എന്തായാലും കയറി. എൻ്റെ രീതി അങ്ങനെ. ഇപ്പോൾ എനിക്ക് സാധനം ചെയ്യണമെങ്കിൽ ഞാൻ എടുത്തങ്ങ് ചാടും, എന്നിട്ട് പുറകോട്ടുള്ള കാര്യങ്ങളെല്ലാം കത്തിച്ച് കളയും. ഇനി എന്തായാലും എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പുറകോട്ടുള്ള കാര്യം ലിറ്ററലി കത്തിച്ച് കളയല്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ല, എനിക്ക് മുന്നോട്ട് തന്നെ പോയേ പറ്റത്തുള്ളൂ. അവിടെ ഒരു സ്റ്റബോൺനെസ് ആണ്, എനിക്ക് എന്തായാലും ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് നട്ടാലും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത് ചെയ്തെടുക്കും, ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഫൈൻ. നെക്സ്റ്റ്, ഇനിയാണ് കൊളാബറേഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരേ പ്ലാന്റ്സ് ഒരിടത്ത് നട്ട് അല്ലെങ്കിൽ മരങ്ങൾ നട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു നീം അല്ലെങ്കിൽ ഒരു മാവ്, തെങ്ങ് ഒരേ അടുത്ത് നിൽക്കുമ്പോൾ ഒരിടത്ത് നിൽക്കുമ്പോൾ നല്ല പുഷ്ടിയായിട്ട് നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സയൻസ് പറയുന്ന റൂട്ടിലൂടെ അവിടെ ഒരു കണക്ഷൻ നടക്കുന്നുണ്ട്. ഒരിടത്ത് ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റൂട്ട് ത്രൂ അടുത്ത പ്ലാന്റ്സിലോട്ട് ന്യൂട്രീഷൻ എത്തിക്കുന്നു. പഠിച്ചിട്ടില്ല അല്ലേ? കേട്ടില്ല അല്ലേ? ഞാൻ റീസെൻ്റ്ലിയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ലൈഫിലും ചിലപ്പോൾ നമുക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വരും. ചിലപ്പോൾ നമ്മൾ മാത്രം വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് വരും. അവിടെയാണ് കൊളാബറേഷൻ വേണ്ടത്. ഇപ്പം ഞാൻ മമ്മിയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. മമ്മിക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. മമ്മി എണീറ്റു, മമ്മിയുടെ ഒരു നല്ലൊരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതുപോലെ ചില സമയം നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കും. ഓ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് അല്ലേ? ആ ഒരു സാധനം എടുക്കത്തില്ല. ഓക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറഞ്ഞു പോകല്ലോ, എന്ത് ചിന്തിക്കും അല്ലേ? ആ സാധനം വരരുത്. എപ്പോഴായാലും നമുക്ക് അടുത്ത് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പ്രോപ്പർ ഹിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ ഗ്രോ ചെയ്യാമെന്ന് നോക്കുക. ചിലപ്പോൾ ഒരാളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, ചില ഒരു സർവീസസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നമ്മുടെ കാര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഗോൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കൂടെ പോകുന്നുണ്ട്, ഇതിനെ ഇപ്പം തന്നെ ക്യാപ്ചർ ചെയ്യണം, എന്നാൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റത്തില്ല. ചില സമയത്ത് പണ്ടൊക്കെ ക്ലാസ്സിൽ സ്പോർട്സിന് ആർക്കൊക്കെയാ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പകുതി കൈ പൊക്കിയവർ കാണുമല്ലോ, അല്ലെങ്കിൽ ആർട്സിന് ആരാ താല്പര്യമുള്ള പകുതി കൈ പൊക്കിയവരുണ്ടല്ലോ. അന്ന് നേരെ കൈ പൊക്കിയവർ ഇപ്പം ചിലപ്പോൾ ആർട്സിൽ നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ഡാൻസിന് ചെയ്തവർ ഇപ്പം ചിലപ്പോൾ ഡാൻസറായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നല്ലതായിട്ട് പ്രസംഗിക്കാൻ കൈപൊക്കിയവർ ഇപ്പം നല്ലതായിട്ട് പ്രസംഗിക്കുന്നുണ്ടാവാം അല്ലേ? നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്ത് കളയുകയാണ്. എപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണടച്ച് കൈപൊക്കുക.
എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര പേടിയാണ്. ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കും, അയ്യോ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ ദിക് 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 ഭയങ്കര. ഇപ്പം തന്നെ 120 ആണ് ഹാർട്ട് ബീറ്റ് ഇപ്പം എൻ്റെ. പക്ഷേ ആ ഒരു പേടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറാതെ കുറേ നാളായിട്ടിരുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ഇതാണ് എൻ്റെ ലൈഫ് ലൈൻ. അങ്ങനെ മാഡം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ അറിയാം, പക്ഷെ കയ്യങ്ങോട്ട് പൊങ്ങത്തില്ല. പിന്നെ കൈതാക്ക്. പിന്നെ ഞാൻ ഒരു വട്ടം ഞാൻ കണ്ണടച്ച് കയ്യങ്ങ് പൊക്കി. മാഡം ചോദിച്ചു ഇവനെ പറയാനാണ്. എണീറ്റ് ഞാൻ പറഞ്ഞപ്പോൾ സംഭവം കൊള്ളാം, ഇത്ര വലിയ സംഭവം അല്ല. എണീറ്റ് ക്ലാസ്സിൽ ഇത്രയും പേരുടെ മുന്നിൽ എണീറ്റ് സംസാരിക്കുന്ന വലിയ സംഭവം അല്ല. അത് നമുക്ക് മനസ്സിലാവാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ചെയ്യണം. എവറിത്തിങ് ഈസ് ഹാർഡ് അൺടിൽ വി ഡു ഇറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം. തോന്നിയിട്ടുണ്ടോ അല്ലേ? സോ ആസ് എ ടീച്ചർ നിങ്ങളും എൻകറേജ് ചെയ്യണം പിള്ളേരെ ഈ കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ. മേ ബി നിങ്ങൾക്കും ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ സ്റ്റുഡൻസിനെ നിങ്ങൾ അതുപോലെ എൻകറേജ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല എൻ്റെ രാജേശ്വരി മാഡം അതുപോലെ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് എപ്പോഴും നിങ്ങളെ ഓർത്തിരിക്കും. എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടീച്ചറാണ്, ഞാൻ കോയമ്പത്തൂർ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ ഞാൻ ഇന്നും ഓർത്തിരിക്കണമെങ്കിൽ ആ ടീച്ചർ ജസ്റ്റ് ഒരു ടീച്ചർ അല്ലായിരുന്നു, പുള്ളിക്കാരി ഒരു മോട്ടിവേറ്റർ ആയിരുന്നു. പുള്ളിക്കാരി എല്ലാ രീതിയിലും ആ ഒരു എന്നെ കെയർ ചെയ്യുന്ന പോലെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വന്നത്. മനസ്സിലായോ? 8th കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് ട്രാൻസ്ഫർ വന്നു, പുതിയൊരു സ്കൂളിൽ പോയി. അവിടെ ഒരു മാഡം ഉണ്ടായിരുന്നു, മാത്സിൻ്റെ വേസ്റ്റ് സബ്ജക്റ്റായി. 8th കഴിഞ്ഞിട്ട് 12th ഒരു വേസ്റ്റ് സബ്ജക്റ്റായി. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തലവേദന, ഇതെങ്ങനെ ചെയ്തെടുക്കും എന്നൊരു സാധനമായി. ആ ടീച്ചറിൻ്റെ ആണ്. ടീച്ചർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ടീച്ചർ വന്നു, എന്നും അടി വഴക്ക്, പിള്ളേരെ ഓട്ടിക്കുന്നു, പിള്ളേരെ അടിക്കുന്നു, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഇതെന്താ നിങ്ങൾക്ക് അറിയാത്തത്, ഈസി അല്ലേ. പുള്ളിക്കാരി എഴുതിയിട്ടിട്ട് പോന്നു. പക്ഷേ അവിടെ ഒരു കണക്ഷൻ വരുന്നില്ല സ്റ്റുഡൻസായിട്ട്. ആ സ്റ്റുഡൻസിന് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന ടീച്ചർ കാരണം കൊണ്ടാണ് അല്ലേ? തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും അതുപോലെ? നിങ്ങളുടെ ഏതാ സബ്ജക്റ്റ് ഏറ്റവും വെറുത്ത സബ്ജക്റ്റ്? മാത്സ്. നിങ്ങളുടെ മാത്സ് അതാണ്. അപ്പം നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് ഒരിക്കലും വേസ്റ്റ് ആവാൻ പാടില്ല. അതിന്റെ ഉറപ്പ് എനിക്ക് തരാൻ പറ്റുമോ? നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ സ്റ്റുഡൻസ് അതിലെപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം. ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പോൾ ഇത്ര 5 കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുള്ളത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലവ്ഡ് ഇറ്റ്. താങ്ക് യു. സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു ചാനലാണ് ഈ കാരണം കൃഷി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ചാനൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ വീട്ടിലാദ്യം റബ്ബറായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് റബ്ബറാക്കി കുറിച്ച് മാറ്റി ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു ഇനി ഒന്നും റബ്ബർ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വെച്ചിട്ട് അതൊക്കെ കടയിൽ കൊണ്ടുപോയിട്ട് നേരെ പോകുന്ന പച്ചക്കറികളൊക്കെ പോകുന്നതാണ്. അപ്പൊ ഇത് വീട്ടിൽ തന്നെ എന്തുകൊണ്ട് കൃഷി ചെയ്യാം. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ എന്തെങ്കിലും കിടന്നെങ്കിൽ അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമാണ്. അത് ചെയ്തു നോക്കുമ്പോഴൊരു ഞാൻ കുറച്ച് വീഡിയോസ് വീട്ടിൽ തന്നെ പച്ചക്കറി ഏകദേശം 1.5 വർഷത്തോളം വാങ്ങിച്ചിട്ടില്ല. ഇതുവരെ വളർന്നു തന്ന സാധനം പുറത്ത് വാങ്ങിച്ചിട്ടില്ല. ശേഷം പിന്നെ ഇതൊക്കെ കാര്യങ്ങൾ ഈ ചാനലുകൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ആ വിത്ത് ചിലപ്പോൾ ഇത് ഇപ്പൊ ഞങ്ങളൊരു വാഴ കൃഷി തുടങ്ങി, ആൾക്കാർ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം വെച്ചാൽ 1-2 കൊല കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വിത്ത് എടുത്തത് കറക്റ്റായില്ല, അത് നട്ട സമയം കറക്റ്റായില്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും. നമ്മൾ ഒരു ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൃഷി ഒരു ഐറ്റത്തെ കുറിച്ച് ചിലപ്പോൾ ബുക്ക് നിറയെ എഴുതാൻ കാണും. കാരണം വെച്ചാൽ അതിന്റെ ഓരോ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇതേപോലത്തുള്ള ചാനലുകളാണ്. അവിടെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല പോട്ട് കാരണം വെച്ചാൽ കൃഷി സ്കൂളിൽ അറിയാനും ആ കൃഷി ചെയ്യുമ്പോഴേ നമ്മളെ നമുക്ക് സന്തോഷമാണ് ചെയ്യുമ്പോഴേ. അത് പോകുമ്പോഴ് ഭയങ്കര വിഷമം. ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തത് കണ്ണിമത്തന്നെ ചെയ്തത് 2 വർഷം ചെയ്തു. ഈ വർഷം ആദ്യമായിട്ട് പിടിച്ചു. പക്ഷെ പതിയായപ്പോഴത്തേക്ക് മഴ പെയ്ത് ഒച്ച മൊത്തം പോയി. അപ്പൊ ഭയങ്കര സങ്കടം. അപ്പോഴ് പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴ് ഈ ചാനലിലൂടെ ഞാൻ ആദ്യം പോകുമ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളായിരുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വേസ്റ്റുകൾ പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഫാമിലിയുടെ സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. കാരണം വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതറിയാൻ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. കാരണം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ ചാനലില് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ്
ഒരു മീഡിയ ആയിട്ട് കയറണമെങ്കിൽ അത് എത്ര മണിക്കൂറത്തെ ഒരു കഷ്ടപ്പാടാണ്. അതേപോലെ ഒരു മോട്ടിവേഷൻ, നമുക്കുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മോട്ടിവേഷന് കൂടിയാണ് ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് സന്തോഷം. ഇതേപോലെ ഒരു നേച്ചർ ക്ലാസ്സിന്റെ നടത്തിയ ഈ പ്രോഗ്രാമില് നമ്മള് നേരിട്ട് കണ്ടിട്ടുള്ള വീഡിയോസില് നമ്മൾ പരിചയമുള്ള വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് നമുക്കും അതിലൊരു പ്രയോജനമാണ്. ആരെങ്കിലും കൃഷി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് രംഗത്തോടൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഇതേപോലുള്ള വീഡിയോകൾ. അപ്പോൾ ഈ ദിവസം കിട്ടിയത് തന്നെ എല്ലാ സംഘാടകർക്കും അതോടൊപ്പം എല്ലാവർക്കും നന്ദി. പ്രത്യേകം മകൻ നമ്മുടെ കോളേജിലെ എല്ലാവർക്കും നന്ദി കൂടി പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എനിക്ക് കൃഷി എന്നുള്ളത് വലിയൊരു അറിവുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്റെ പേരൻസ് ഇവിടെ വന്നിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കങ്ങനെ അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തതാണ്. പേരൻസിന് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് അതിനകത്തോട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു പോയപ്പോൾ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്, കൃഷിയുണ്ട്, നല്ല ഇൻട്രസ്റ്റ് ആയി. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞാൽ അറിവില്ല, അനുഭവമില്ല. അപ്പൊ അവരോടൊപ്പം എന്റേതായിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യാനും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് ബൈ ചാൻസ് ഒരു ദിവസം അത് നോക്കുമ്പോൾ ഗൂഗിൾ നോട്ടിഫിക്കേഷൻ മിനി ലൈഫ് സ്റ്റൈലിന്റെ ഒരു വീഡിയോ കണ്ടതാണ്. വീഡിയോ കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ രാധാകൃഷ്ണനായിട്ട് മാറി. കാരണം ഒരു സ്ത്രീയുടെ ശക്തി എന്താന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സപ്പോർട്ടറാണ് തന്നെ. എബിന്റെ ഇപ്പൊ ഒരു ക്വാളിറ്റിയിൽ എനിക്ക് മനസ്സിലായി, നല്ലൊരു മോട്ടിവേഷൻ ടോക്കർ ആട്ടോ. കണ്ടിന്യൂ. അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് കുറെ സീഡ്സ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട് എന്റേതായിട്ടുള്ള രീതി. കോവിഡ് സമയത്ത് മാത്രം കുറച്ചൊക്കെ കൃഷി ചെയ്തെടുത്ത്, പക്ഷെ ഇത്രയും കൺസിസ്റ്റൻസി ഇല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം എന്നുള്ള ഇതിൽ ഞാൻ കൃഷി ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഗുരുസ്ഥാനത്താണ് മിനി മാഡം എന്ന് പറയാൻ. കാരണം യൂട്യൂബിൽ കൂടെ കണ്ടാണെങ്കിൽ ഒരു ഗുരുവായിട്ട് വന്നത് മിനി മാഡം ആണ്. അപ്പൊ അത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന്, സോറി 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എബിനും നന്നായിട്ട് നല്ലൊരു മോട്ടിവേഷൻ ടോക്കറായിട്ട് അറിയപ്പെടുന്നുണ്ട്. താങ്ക് യു. മിനി മാമിനോട് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? മോട്ടിവേഷൻ കിട്ടിയോ? ഓക്കെ. ഞാൻ ഈ ഒരു ചാനലിനെ കുറിച്ച് അറിയുന്നത് ഇന്ദു മാം പറഞ്ഞാണ്. ടീച്ചർ പറഞ്ഞ വഴിയാണ് ചാനലിനെ കുറിച്ച് അറിയുന്നത്. ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും കോൺടാക്ട് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തു തന്ന മിനി മാമിന് എന്റെ നന്ദി, എന്റെയും കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന NSS BEd കോളേജിലെ അധ്യാപകരോടും അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളോടും ഉള്ളതായ നന്ദി സ്നേഹം ഇതോടൊപ്പം അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജിൽ ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എബിനും ഒരു സ്പീച്ചൊക്കെ നടത്തി. BEd ആൻഡ് MEd കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമായി. കൃഷിയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവർക്ക് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും ഒരു ടെൻഡൻസിയൊക്കെ അവർക്ക് ഉണ്ടായി. അപ്പോൾ എന്തായാലും ഈ ജൂൺ 5-ന് എല്ലാവരും ഒരു തൈ എങ്കിലും നടാനായിട്ട് ശ്രമിക്കണം. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു ദിവസം മാത്രം തൈ നട്ടാലോ പച്ചക്കറി നട്ടാലോ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഘടകമാക്കി മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.